എങ്ങനെയാണ് ആയുർവേദം ഭാരതത്തിൽ ഉടലെടുത്ത് വന്നത്? അതിന്റെ ചരിത്രത്തെ കുറിച്ച്. ഭാരതത്തില് ആയുർവേദം, അതായത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ തനതായിട്ടുള്ള ഒരു ചികിത്സാ രീതി ഉണ്ടായിട്ടുണ്ട്. ആയുർവേദത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്, ഇപ്പം ആയുർവേദ ഗ്രന്ഥങ്ങളായിട്ടുള്ള ചരക സംഹിത, അഷ്ടാംഗത്തിലൊക്കെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്ന ബ്രഹ്മസ്മൃത്വ ആയുഷവേദം, അതായത് ബ്രഹ്മാവിൽ നിന്നും ഉടലെടുത്ത് വന്നു എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ചരിത്രപരമായ ഒരു ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ആയുർവേദം എന്ന് പറയുന്നതിന്റെ അടിവേരുകൾ, അല്ലെങ്കിൽ ഈ ചികിത്സ, മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ വേദങ്ങളിലുണ്ട്. കൂടുതലും അഥർവവേദത്തില് ഇതിനെക്കുറിച്ചുള്ള, ഇപ്പം നമ്മളുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം, അതിനെക്കുറിച്ച് അഥർവവേദത്തിൽ പറയുന്നുണ്ട്. പിന്നെ ചില അസുഖങ്ങൾ ഇന്ന് നമുക്കറിയാവുന്ന, ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ്, ജോണ്ടിസ് പോലുള്ള അസുഖങ്ങൾ അവർ ചികിത്സിച്ചിരുന്നു. അന്ന് അവർക്ക് അതിന് ജോണ്ടിസ് ആണെന്നും അറിയില്ല, പക്ഷെ അവരതിനെ ഒരു അസുഖമായി കണ്ട് ചികിത്സിച്ചിരുന്നു. ആ ചികിത്സയൊക്കെ മറ്റൊരു രീതിയിലുള്ള ചികിത്സകളാണ്. ആ ഒരു വേദിക് പീരീഡ്, അല്ലെങ്കിൽ വേദങ്ങളുള്ള ആ വേദങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് ആയുർവേദത്തിന്റെ അംശങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതിനുശേഷം പിന്നീട് ചരക സംഹിത വരുന്നു, സുശ്രുത സംഹിത, പിന്നീട് അഷ്ടാംഗഹൃദയ വരുന്നു. അഷ്ടാംഗഹൃദയൊക്കെ വരുന്ന ഒരു 6-ാം നൂറ്റാണ്ടിലാണെന്നാണ്. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഈ രീതിയിലാണ് എഴുതപ്പെട്ടു വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ചരകനൊക്കെ മുമ്പുള്ള പല ഗ്രന്ഥങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചരക സംഹിതയുടെ ആദ്യ രൂപം എന്നറിയപ്പെടുന്നത് നിവേശതന്ത്രം എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അത് നിലവിൽ നമുക്ക് അവൈലബിൾ അല്ല. ഈ ഒരു വേദങ്ങളാണ് ഇതിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ട് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതുതൊട്ടാണ് എഴുതി സൂക്ഷിക്കുക എന്ന് പറയുന്നൊരു കാലഘട്ടം വരുന്നത്. അതിന് മുമ്പൊക്കെ നമ്മൾ ഈ സ്മൃതി എന്ന് പറയും, അതായത് ഗുരു പറഞ്ഞു കൊടുക്കുന്ന കാര്യം ശിഷ്യൻ സൂക്ഷിച്ചു വെക്കുക, മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എഴുതപ്പെടാൻ തുടങ്ങിയിട്ട് ഞാൻ അതാണ് പറഞ്ഞത്, വേദങ്ങളിലൊക്കെയാണ് നമ്മളിത് എഴുതപ്പെട്ട് കണ്ടു തുടങ്ങുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള ചരക സംഹിതയിലും സുശ്രുത സംഹിത പോലുള്ള, അല്ലെങ്കിൽ അഷ്ടാംഗഹൃദയ പോലുള്ള ഗ്രന്ഥങ്ങളിലാണ് എഴുത്ത് ആയിട്ട് നമ്മൾ അതിനെ കാണുന്നത്.